പ്രിയമുള്ളവരെ, രോഗചികിത്സയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഏതെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണിക്കും. ആ ഡോക്ടറുടെ ചികിത്സയിൽ കുറച്ച് മുമ്പോട്ട് പോയി രോഗം സുഖപ്പെട്ടില്ലെങ്കിൽ അതേ ആരോഗ്യ പ്രശ്നം വേറെ ഡോക്ടറെ കാണിക്കും. ആ ഡോക്ടറെയും കാണിച്ച് രോഗം സുഖപ്പെടാതെ വരുമ്പോൾ പിന്നെ വേറെ ചികിത്സയിലേക്ക് കടക്കും. ഇങ്ങനെ മാറി 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 വേറെ ചികിത്സ പരീക്ഷിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ അറിയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രോഗം എന്ന് പറയുന്ന ഈ സംഗതിക്ക് പല ചികിത്സകളും വെറും താൽക്കാലിക ആശ്വാസം മാത്രമാണ് നൽകുന്നത്. അപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ രോഗം സുഖപ്പെടുത്തുന്നില്ല, താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രം നൽകുമ്പോൾ അത്തരം മരുന്നുകളുടെ ഉപയോഗം പിന്നീട് ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ അതിഭീകരവും ഭയാനകരവുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരുന്നില്ലാതെ താൽക്കാലിക ആശ്വാസത്തിന് പകരം പൂർണ്ണമായി രോഗം സുഖപ്പെടുന്ന ഒരു ചികിത്സയുടെ ആവശ്യം ജനങ്ങൾക്ക് അത്യാവശ്യമായി തിരിച്ചറിയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അക്യുപങ്ക്ചർ ചികിത്സ ജനങ്ങളിലേക്ക് വരികയും ഇന്ന് ഈ ചികിത്സ വലിയ തോതിൽ ഉപയോഗപ്പെടുകയും ചെയ്തത്. നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർ രോഗങ്ങൾ എന്ന് പറഞ്ഞ് തലവേദനയോ കഴുത്ത് വേദനയോ മൂക്കിലുണ്ടാകുന്ന അടപ്പുകൾ, ശ്വാസതടസ്സങ്ങളോ പല്ലുവേദനയോ തുടങ്ങി തല മുതൽ കാലുവരെ വൈവിധ്യങ്ങളായ അസ്വസ്ഥതകൾ, അതിൽ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്ന സ്വഭാവത്തിലുള്ള തരിപ്പുകളും അതുപോലെ ഇലക്ട്രിക് ഷോക്ക് പോലെയുള്ള വേദനകളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ മനുഷ്യനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇത്തരം അസ്വസ്ഥതകൾക്കൊന്നും തന്നെ അലോപ്പതി ചികിത്സയിൽ പരിപൂർണമായ രോഗശമനം ഇല്ല എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് ഇതേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണിക്കും, രോഗം ചികിത്സിക്കും, അത് മാറാതെ വരുമ്പം അടുത്ത ഡോക്ടറെ കാണിക്കും, രോഗം ചികിത്സിക്കും. അപ്പോൾ ആദ്യത്തെ ഡോക്ടർ അത് പ്രമേഹമാണെന്ന് പറഞ്ഞു, അടുത്ത ഡോക്ടർ തൈറോയിഡാന്ന് പറഞ്ഞു, ഇങ്ങനെ പലതും മാറി മാറി പറഞ്ഞു. നൽകുന്ന മരുന്നുകൾ മരണം വരെ കഴിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രയാസവും ബാധ്യതയുമായി മാറുകയാണ്. രോഗം ഒരിക്കലും മാറാത്ത അവസ്ഥയും ഉണ്ടാവുകയാണ്. ഇവിടെയാണ് ഒരു പാർശ്വഫലവുമില്ലാത്ത വളരെ സുരക്ഷിതമായ അക്യുപങ്ക്ചർ പോയിന്റിൽ സ്റ്റിമുലേഷൻ ചെയ്തുകൊണ്ട് രോഗം സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന കാര്യം നമ്മൾ അറിയാതെ പോകുന്നത്. ഏതായാലും ഇന്ന് കേരളക്കരയിൽ എല്ലാ ജില്ലയിലും ഈ ചികിത്സ ലഭ്യമാണ്. ഇതെങ്ങനെ ലഭ്യമായെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗം സുഖപ്പെടാതെ ചികിത്സയുമായി പരക്കം പാഞ്ഞ് പല ഡോക്ടർമാരും മാറി മാറി കാണിച്ച് ഇനി ഈ രോഗം മാറുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത നിരാശയിൽ എത്തിയ ശേഷം ആരോ പറഞ്ഞ് അക്യുപങ്ക്ചർ ചെയ്ത് നോക്കൂ, അതിൽ പ്രയോജനമുണ്ട്, രോഗം സുഖപ്പെടും എന്നൊക്കെ പറഞ്ഞ് കേട്ട് അത് വിശ്വസിച്ച് അത് ശരിയാണെന്ന് അന്വേഷിച്ച് ചികിത്സയുടെ രോഗം സുഖപ്പെട്ട ശേഷം മാത്രമാണ് ഇതിൽ പലരും അക്യുപങ്ക്ചർ ചികിത്സകരായതും ചികിത്സ പഠിച്ചവരൊക്കെ. ഏതായാലും ഈ ചികിത്സയെ അടുത്തറിയാൻ നിങ്ങൾ ഈ ചികിത്സ ഉപയോഗപ്പെടുത്തുക. പലരും വളരെ ഖേദകരെന്ന് പറയാം, നമ്മളെങ്ങനെയാണ് പറയാമെന്നറിയോ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം ആ കുടം അടിച്ച് പൊട്ടിക്കുന്ന പോലെ, ഉടച്ച് കളയുന്ന പോലെയുള്ള ഖേദകരമായ കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. എന്ന് വെച്ചാൽ അക്യുപങ്ക്ചർ ചികിത്സയിൽ രോഗചികിത്സ മുമ്പോട്ട് പോയി പരിപൂർണമായി സുഖപ്പെടുന്നതിൻ്റെ വക്കത്തെത്തിയിട്ട് പിന്നെ ആ ചികിത്സ ഉപേക്ഷിച്ച് വീണ്ടും പഴയ ചികിത്സയിലേക്ക് മടങ്ങി പോകുന്ന അവസ്ഥ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്തോട്ടെ, പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ പരിപൂർണമായ രോഗശമനം അങ്ങനെ ഒരു സാധ്യത, മറ്റ് ചികിത്സകൾ, അങ്ങനെ ഒരു വാഗ്ദാനം, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ പോകുന്നത് ന്യായമാണ്. പക്ഷേ വെറും ഒരു വേദനയായിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ അസ്വസ്ഥതകൾ ഏതെടുത്താലും, പ്രത്യേകിച്ച് മാസമുറ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തന്നെ അതെടുത്താലും അത് താൽക്കാലികമായ ഒരു രോഗശമനം മാത്രമാണ് നിലവിൽ മറ്റ് മരുന്നുകൾക്ക് നൽകാൻ സാധിക്കുന്നുള്ളൂ. ഇങ്ങനെ ഇരിക്കെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ പരിപൂർണമായി രോഗം സുഖപ്പെട്ട ഒട്ടേറെ സംഭവങ്ങൾ, സത്യസന്ധമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അവസാനം ശാസ്ത്രീയമല്ലെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ചികിത്സ നൽകുന്ന പ്രവർത്തനങ്ങളെ സമീപനം അതെ ഒരു അക്യുപങ്ക്ചർ പോയിന്റിൽ ഒരു സൂചി വെച്ചെടുക്കുന്നു, ഇത്രേ സംഭവിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും കാര്യം സംഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ഇത്തരം ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായി സുഖപ്പെടുന്ന ആളുകൾ നമുക്ക് കേരളത്തിൽ എല്ലാ ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഏതെങ്കിലും ഒരു ആരോഗ്യ വിഷയങ്ങൾക്ക് അക്യുപങ്ക്ചറിലൂടെ രോഗം സുഖപ്പെടാത്ത ആളുകൾ അവർ വീണ്ടും അലോപ്പതിയിലേക്കോ മറ്റ് ചികിത്സയിലേക്കോ കടന്നു പോകുമ്പോൾ അവരുടെ രോഗം സുഖപ്പെടുന്നുണ്ടെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അക്യുപങ്ക്ചർ ചികിത്സ വളരെ സുരക്ഷിതവും വളരെ ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ രോഗം പൂർണ്ണമായി സുഖപ്പെടാൻ സൗകര്യപ്രദവുമാണ്. അതുകൊണ്ട് ഈ ചികിത്സ അറിയാനും പഠിക്കാനും ഇതിനെപ്പറ്റി പഠിക്കാനും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. തീർച്ചയായും +2 കഴിഞ്ഞ ഏതൊരാൾക്കും ഈ കോഴ്സ് പഠിക്കാനുള്ള സൗഭാഗ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ശീലങ്ങൾ, ആ ശീലങ്ങൾ മാറ്റാതെ വെറും മരുന്നുകൾ മാത്രം കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും വേണ്ടതുണ്ട്. ഏതായാലും നമ്മളെ ദുശ്ശീലങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മാറ്റി
നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തി അങ്ങനെ സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അക്യുപഞ്ചർ ചികിത്സ വലിയൊരു അനുഗ്രഹവും വഴികാട്ടിയുമാണ് എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.